നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ സംസ്ഥാനത്തെക്കുറിച്ച് കൂടെ ചിന്തിച്ചു തുടങ്ങണം. ഈ സംസ്ഥാനത്തെക്കുറിച്ച് കൂടി ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ബഹുരാഷ്ട്ര കുത്തകൾ കൈവശം വെച്ചിരിക്കുന്ന ഈ 5 ലക്ഷത്തോളം ഏക്കർ സ്ഥലം നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെതാക്കി മാറ്റാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കളക്ടറേറ്റുകൾക്ക് മുമ്പിൽ, വിവിധ താലൂക്ക് ഓഫീസുകൾക്ക് മുമ്പിലൊക്കെ കുടില് കെട്ടി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സംസ്ഥാനത്തെ ഒരു മാധ്യമങ്ങൾക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത്, ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികളും യുവജന സംഘടനകളും തയ്യാറാവണം. നമുക്കറിയാം, ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ട് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള യുവജന വിദ്യാർത്ഥി മുന്നേറ്റം നമുക്കറിയാം. ആ മുന്നേറ്റമൊക്കെ ഇനിയെങ്കിലും മലയാളികൾ പഠിക്കൂ. കാരണം നിങ്ങളുടെയൊക്കെ അവകാശപ്പെട്ട നിങ്ങളുടെ 5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഈ ബഹുരാഷ്ട്ര കുത്തകൾ കൈവശം വെച്ചിരിക്കുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലെ തന്നെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാരുണ്ട്. അവരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 ലക്ഷം ഏക്കർ സ്ഥലം നമ്മുടെ സ്റ്റേറ്റിന് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകാൻ പോകുന്ന വരുമാനം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. നമസ്കാരം സാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല എന്നുള്ളത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പലവിധ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഇപ്പം മറ്റൊരു ടോക്കിനിടയിൽ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു കാര്യമാണ്, കേരളത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി പാട്ടകാലാവധി കഴിഞ്ഞ് സംസ്ഥാനത്ത് പലവിധ സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. ഏക്കർ കണക്കിനെന്ന് പറയുമ്പോൾ അത്ര അധികം ഉണ്ട്. ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം സ്വകാര്യ കമ്പനികളുടെ കയ്യിൽ, കുത്തകകളുടെ കയ്യിൽ നിലവിൽ, എന്നാൽ അത് സ്റ്റേറ്റിന് അവകാശപ്പെട്ട ഭൂമി കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പാട്ടം കഴിഞ്ഞ് കിടക്കുന്ന ഭൂമികളെന്ന് പറഞ്ഞാൽ തരിശു ഭൂമികളല്ല, എല്ലാം നല്ല രീതിയിൽ റവന്യൂ കൊയ്യുന്ന ഭൂമികളാണ്. കുത്തകകളാണ് കൊയ്യുന്നതെന്ന് മാത്രം. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ച് പുതിയൊരു വരുമാന മാർഗ്ഗമല്ലേ മുന്നിൽ. പക്ഷെ അതിന് കുറച്ചധികം കടമ്പകളുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ സാറിൻ്റെ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാട്ട സമയം കഴിഞ്ഞിട്ട് കിടക്കുന്ന ഈ അനധികൃതമായിട്ട് ഈ ബഹുരാഷ്ട്ര കുത്തകകൾ കൈവശം വെച്ചിരിക്കുന്ന ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. ഇത് ഒരു സുപ്രഭാതത്തിലൊന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതായത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ, ഈ നിയമങ്ങൾക്കകത്ത് ചില കുഴപ്പങ്ങളുമുണ്ട്. ആ കുഴപ്പങ്ങളാണ് ഇപ്പോഴും ഈ ബഹുരാഷ്ട്ര കുത്തകളുടെ കയ്യിൽ ഈ പറഞ്ഞ 5 ലക്ഷത്തോളം വരുന്ന ഏക്കർ സ്ഥലം ഇപ്പോഴും പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും അവരുടെ കൈവശം ഇരിക്കാനായിട്ടുള്ള കാരണം. ലൂപ്ഹോളുകളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ എങ്ങനെയാണോ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചത്, അതുപോലെ തന്നെ ഈ ബഹുരാഷ്ട്ര കുത്തകളുടെ കയ്യിൽ നിന്നും നമ്മളുടെ സംസ്ഥാനത്തെ ആളുകളുടെ, അതായത് ഇവിടുത്തെ ഈ മണ്ണ് നമ്മുടെ അല്ലേ, ഈ മണ്ണ് ബഹുരാഷ്ട്ര കുത്തകൾ കൈവശം വെച്ചതിന് ശേഷം അവർ അവിടെ നിന്ന് കോടികളാണ് കൊണ്ടുപോകുന്നത്. ഈ ഹാരിസൺ മലയാളം എന്നൊക്കെ പറയുന്നത് വിദേശ കുത്തകയായിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയൊക്കെയുടെയൊക്കെ കൈവശം ഇരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആർജവം കാണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം UDF സർക്കാരിൻ്റെ, അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നല്ലോ, ഈ UDFൻ്റെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറഞ്ഞിരുന്ന കാര്യമാണ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന സംസ്ഥാനത്തുള്ള ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വാഗ്ദാനം. ആ വാഗ്ദാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണം. കാരണം ഇതിന് മുമ്പിൽ നിൽക്കുന്നതൊന്നും നിസ്സാരക്കാരായിട്ടുള്ള ആളുകളല്ല, സാമുദായിക സംഘടനകളുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പേരിൽ തൃശ്ശൂർ നഗരത്തിനകത്ത് ഏക്കർ കണക്കിന് സ്ഥലം പാട്ട സമയം കഴിഞ്ഞതിന് ശേഷമുണ്ട്. അതിപ്പോൾ ഹൈക്കോടതിയിൽ കേസായിട്ട് കിടക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ടാറ്റയുടെ കൈവശം ഇരിക്കുന്ന സ്ഥലം നിസ്സാരമാണോ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 700 ഏക്കറോളം സ്ഥലം പൂഞ്ഞാർ രാജവംശത്തിൻ്റേത് ഈ പറഞ്ഞ ടാറ്റയുടെ കൈവശമുണ്ട്. ഈ പൂഞ്ഞാർ രാജവംശത്തിന് ഏകദേശം 70ഓളം ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് ഈ 70 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത്. ഈ 70ഓളം ഫാമിലികളെ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു 14 ഫാമിലികൾ മാത്രമാണ് ഏകദേശം ഒരു സാമ്പത്തികമായിട്ട് ഒരു
ഇതിൽ നിൽക്കുന്നത്. ബാക്കി വരുന്ന 56 കുടുംബങ്ങളും വളരെ മോശപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൂഞ്ഞാർ രാജവംശം ഈ പറഞ്ഞ ടാറ്റയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ 700 ഏക്കർ സ്ഥലം അത് പൂഞ്ഞാർ രാജവംശത്തിൻ്റെ അതാണോ, അത് എങ്ങനെയാണ് അവരുടെ കൈവശം എത്തിയത്, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഒന്നെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം തന്നെ കേന്ദ്രവുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. ഈ എഗ്രിമെൻറ്റിൽ എന്താണോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുള്ളത്, ഇതേമാതിരിയുള്ള ഭൂമി അത് സർക്കാരിലേക്ക് തന്നെയാണോ തിരിച്ചു വരേണ്ടത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്കാണോ തിരിച്ചു വരേണ്ടത് എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണം. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല, ഈ സംസ്ഥാനത്തെക്കുറിച്ച് കൂടെ ചിന്തിച്ചു തുടങ്ങണം. ഈ സംസ്ഥാനത്തെക്കുറിച്ച് കൂടി ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ബഹുരാഷ്ട്ര കുത്തകൾ കൈവശം വെച്ചിരിക്കുന്ന ഈ 5 ലക്ഷത്തോളം ഏക്കർ സ്ഥലം നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെതാക്കി മാറ്റാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇതിനകത്ത് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അച്യുതമേനോൻ സർക്കാരാണ് ചില ആളുകൾക്കൊക്കെ വീണ്ടും ഇത് പുതുക്കി നൽകിയിട്ടുള്ളത്. അന്ന് ഇത് പുതുക്കി നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചും കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിലൊക്കെ കിടക്കുന്ന കേസുകളുണ്ട്. ഈ കേസുകൾ എന്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല? കൃത്യമായ പരിശോധന ആവശ്യമായിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെതിരെ ഈ ഒരു മിച്ചഭൂമി അല്ലെങ്കിൽ അനധികൃതമായിട്ട് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. നമ്മളുടെ ഓരോ പഞ്ചായത്തുകളിലും നമ്മളുടെ ഓരോ മുനിസിപ്പാലിറ്റികളിലും നമ്മളുടെ ഓരോ കോർപ്പറേഷനുകളിലും ഇങ്ങനെ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ബഹുരാഷ്ട്ര കുത്തകളായിക്കൊള്ളട്ടെ, അതല്ല എങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ കൈവശം നിന്ന് അവരിപ്പോൾ ഏത് സമുദായത്തിൻ്റെ ഇതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏത് സമുദായിക ശക്തികളുടെ ആയിക്കൊള്ളട്ടെ, അവരുടെ ഒക്കെ കയ്യിൽ തിരിച്ചു പിടിക്കണമെന്നേ. ഇത് ഈ സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണിത്. ഈ സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവർ അതുകൊണ്ട് കൊള്ളലാഭം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? സംസ്ഥാന സർക്കാർ കടവും അതിൻ്റെ മുകളിൽ കടവുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം അത് സംസ്ഥാന സർക്കാരിന് തന്നെ ലഭിക്കേണ്ടത്. മറിച്ച് ഇത് ബഹുരാഷ്ട്ര കുത്തകൾ കൊള്ളടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? ഒരിക്കലില്ലല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വി ഡി സതീശനെ പോലെ നിലപാടുകളുള്ള ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് ശക്തമായ ആക്ഷൻ ടേക്കപ്പ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് സംഘടനകളുമായിട്ട് സംസാരിച്ചു. ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കളക്ടറേറ്റുകൾക്ക് മുമ്പിൽ വിവിധ താലൂക്ക് ഓഫീസുകൾക്ക് മുമ്പിലൊക്കെ കുടിലുകെട്ടി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് സംഘടനകൾ ഈ ഒരു പ്രശ്നം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റെടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവരുടെ മേൽ ഭീഷണി, ഇവരെ പേടിപ്പിച്ച് സൈഡ് ലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇവരുടെ സമരങ്ങളെ ഒന്നും ഒരു മാധ്യമത്തെ കൊണ്ടും കവർ ചെയ്യിപ്പിക്കാതിരിക്കുക, ഇതിന് വേണ്ടത്ര ഒരു പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. ഞാൻ പറയട്ടെ, ഈ നാട്ടിലെ പാവങ്ങളായിട്ടുള്ള ആളുകൾ സംഘടിക്കേണ്ടത് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്ത് ഒരുമിച്ച് കൂടണം. ആ ഒരുമിച്ച് കൂടിയതിന് ശേഷം ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടന്നിട്ടുള്ള CJP സമരത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതേ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും ചിന്തിച്ചു തുടങ്ങണം. അതല്ലെങ്കിൽ ഇതിനൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിലുണ്ടോ? എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മുകളിലുള്ള നേതൃത്വം പെട്ടെന്ന് തന്നെ ആ സമരത്തെ ഇല്ലായ്മ ചെയ്യും. നമ്മൾ ഈ പറയുന്ന കമ്പനികൾ പലതും രാഷ്ട്രീയ പാർട്ടികളുടെ സ്പോൺസേഴ്സാണ്, പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന കമ്പനികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് വളരെ ഭീകരമായൊരവസ്ഥയാണിത്. അതിഭീകരമായൊരവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്നേ നമ്മുടെ നാട്ടിലെ ആളുകൾ, അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ തോട്ടങ്ങളിൽ, ഈ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയോ? വളരെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് അവിടെ ലയങ്ങളിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പണിയെടുക്കുന്നത്. അവർക്ക് എത്ര രൂപയാണ് കൂലി എന്നറിയാമോ? ഇപ്പോഴും എനിക്ക് തോന്നുന്നു വളരെ തുച്ഛമായ കൂലിയാണ് നൽകുന്നത്. അതുകൂടാതെ തന്നെ അവർക്ക് ഏൽക്കേണ്ടി വരുന്ന മാനസിക ശാരീരിക പീഡനങ്ങളുണ്ട്. ഇതൊന്നും ലോകം അറിയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാനത്തെ ഒരു മാധ്യമങ്ങൾക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത്, ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികളും യുവജന സംഘടനകളും തയ്യാറാവണം. സർക്കാർ അടിയന്തരമായിട്ട് തന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കണം.
ഇങ്ങനെ പാട്ട കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. എന്തിനാണെന്ന് ഹാരിസൺ മലയാളത്തിലെ ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം, അതായത് മാനേജ്മെൻറ്റ് ലെവലിലുള്ള ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ലക്ഷങ്ങൾ ശമ്പളം മേടിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ട സ്ഥലം ഇവരുടെ കൈവശം വെച്ച് കൊടുക്കുന്നത്? അവിടുത്തെ തൊഴിലാളികൾക്ക് മാന്യമായിട്ടുള്ള കൂലി കൊടുക്കുന്നുണ്ടോ? ടാറ്റ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാരിസൺ മലയാളം ആയിക്കോട്ടെ, AVT ആയിക്കോട്ടെ, മറ്റ് ഏത് ബഹുരാഷ്ട്ര കുത്തകളും ആയിക്കോട്ടെ, ഈ കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്ന കമ്പനികളാണ്. ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്ന കമ്പനികൾ ഈ തോട്ടത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിട്ടില്ലേ? ഷെയർ വിറ്റിട്ടില്ലേ? ഇതിനെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് പഠിക്കണമെന്നേ. ഈ നാട്ടിലെ പാവങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ തന്നെ കട്ടെടുത്ത്, അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട ഭൂമി കട്ടെടുത്തിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത്? ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പറഞ്ഞ കുട്ടികൾക്കുമൊക്കെ നമ്മൾ എന്നും അടിമപ്പെട്ടാണോ ഇവിടെ കഴിയേണ്ടത്? നമുക്ക് സ്വന്തമായിട്ടൊരു സ്വാതന്ത്ര്യ ബോധം വേണ്ടേ? കാരണം ഈ ഒരുപാട് സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. CK ജാനു നയിച്ച സമരം ഉണ്ടായിട്ടുണ്ട്, ഗീതാനന്ദൻ നയിച്ച സമരം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ സമരങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പെമ്പിളയൂരുമയുടെ ഗോമതി ചേച്ചി നടത്തിയ സമരങ്ങളുണ്ട്. അങ്ങനെ സമരങ്ങൾ ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ സമരങ്ങളൊക്കെ ഒരു സമയത്തിനപ്പുറത്തേക്ക് അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളോ മാത്രമല്ല സമരത്തിനിറങ്ങേണ്ടത്. കേരളത്തിൽ ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകളും ഇതുപോലുള്ള സമരങ്ങളുടെ ഭാഗമായിട്ട് മാറണം. അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ജാതി മത ചിന്തകൾക്കപ്പുറത്ത് സംഘടിക്കാൻ തയ്യാറാവണം. അങ്ങനെ സംഘടിച്ച് ഒരു ബഹുജന പ്രക്ഷോഭമായിട്ട് ഉയർന്നു വന്നാൽ മാത്രമേ ഇന്ന് ഹൈക്കോടതിക്കകത്ത് പോലും നീങ്ങാതെ കിടക്കുന്ന കേസ് നമുക്കറിയാം. ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ട് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള യുവജന വിദ്യാർത്ഥി മുന്നേറ്റം നമുക്കറിയാം. ആ മുന്നേറ്റമൊക്കെ ഇനിയെങ്കിലും മലയാളികൾ പഠിക്കൂ. കാരണം നിങ്ങളുടെയൊക്കെ അവകാശപ്പെട്ട നിങ്ങളുടെ 5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഈ ബഹുരാഷ്ട്ര കുത്തകൾ കൈവശം വെച്ചിരിക്കുന്നത്. ആ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുമോ? ഇത് 1-2 നേതാക്കന്മാർ ഇതിന് മുന്നിട്ടിറങ്ങിയാൽ തന്നെ ജനങ്ങൾ കൂടെ നിൽക്കും ഇത്തരം മൂവ്മെന്റിന്. പക്ഷേ പണ്ട് VS അച്യുതാനന്ദൻ ഇതുപോലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും വന്ന്, പക്ഷേ അദ്ദേഹത്തിന് പാതി വഴിയിൽ ആ ശ്രമം ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ. അല്ല, അദ്ദേഹത്തിന്റെ പരിശ്രമപരമായിട്ടുണ്ട്. പന്തല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമം എന്ന് പറഞ്ഞാൽ മലയാള മനോരമ, അവരുടെ കൈവശം വരുന്നിരുന്ന ആ ഭൂമി അവിടെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. വലിയ വിവാദമായൊരു സംഭവമാണത്. ഞാൻ പറയട്ടെ, ഒരുപാട് ഈ രാജകുടുംബത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണ്ടേ? അത്യാവശ്യം ജനപ്രതിയുള്ള ഒരു നേതാവ് മുന്നിട്ടിറങ്ങിയാൽ തന്നെ വലിയൊരു മൂവ്മെന്റ്. ഞാൻ പറയട്ടെ, ഇതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ VD സതീശനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി, ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഈ മറ്റ് വരുമാന സ്രോതസ്സുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വരുമാന സ്രോതസ്സുകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബ്ലൂ വാട്ടർ കോറിഡോറിനെ കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനേക്കാളൊക്കെ വരുമാനം കിട്ടുന്ന ഒരു സംഭവമല്ല ഈ 5 ലക്ഷം ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയുള്ള തൊഴിലാളികൾക്ക് മാന്യമായിട്ടുള്ള ശമ്പളമെങ്കിലും കൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ലേ? കാരണം ഇപ്പോഴെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന എസ്റ്റേറ്റുകളിലൊക്കെയുള്ള തൊഴിലാളി നേതാക്കന്മാർ അവരൊന്നും അവിടുത്തെ ജോലിക്കാരല്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ പല തൊഴിലിടങ്ങളിലെയും തൊഴിലാളി നേതാക്കന്മാർ എന്ന് പറയുന്നത് ഇന്ന് വരെ പണിയെടുത്തിട്ടുള്ള ആളുകളായിരിക്കില്ല. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ ഭാഗം വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അപ്പോൾ ഇതിന് അതിശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണം. ഏതെങ്കിലും നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു നേതാവ് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയാൽ മതി. ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പെട്ടിട്ട് സൈഡ് ലൈൻ ചെയ്ത് നിൽക്കുന്ന നേതാക്കന്മാരുണ്ടാവാം, അവർ മുന്നിട്ടിറങ്ങിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള നേതാക്കന്മാരുണ്ടാവാം, അവർ മുന്നിട്ടിറങ്ങിയാൽ മതി. ഇത് വലിയൊരു മൂവ്മെൻ്റാണിത്. ഇത് നിസ്സാരമൊരു മൂവ്മെൻ്റായിട്ട് കാണരുത്. ഞാൻ പറയുന്നത്, ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ സ്റ്റേറ്റിന് അവകാശപ്പെട്ട സ്ഥലം എങ്ങനെയാണ് ഇവർ കൈവശം വയ്ക്കുന്നത്? ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരല്ലേ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യ സർക്കാരിന് നിയമങ്ങളെ തിരുത്തി എഴുതാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെയുള്ള ബഹുരാഷ്ട്ര കുത്തകകൾ ഈ നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് അവരിപ്പോഴും ഇങ്ങനെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നിയമനിർമ്മാണം നടത്തണമെന്നേ. അതിനുള്ള ആർജവം കാണിക്കണം ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലുള്ള മറ്റ് അംഗങ്ങളും. ഇവിടുത്തെ എത്രയോ പട്ടിണി പാവങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് സർക്കാർ ഇനിയെങ്കിലും ചിന്തിക്കണം. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് ചർച്ച ചെയ്യത്തില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാം ഇവരുടെ പരസ്യദാതാക്കളാണ്. ഇവർക്ക് പരസ്യം കൊടുക്കുന്ന ആളുകളാണ്. ഈ പരസ്യം കൊടുക്കുന്ന ആളുകൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ വേണ്ടിയിട്ട് ഇവരാരും തയ്യാറാവത്തില്ല. ഞാൻ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന 3.5 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. ഈ 3.5 കോടി ജനങ്ങളിൽ എത്ര ആളുകൾക്ക് സ്ഥലമുണ്ട്? സ്വന്തമായിട്ട് സ്ഥലമുള്ള ആളുകളുണ്ട്? സ്വന്തമായിട്ട് 1 സെൻറ്റ് ഭൂമിയില്ലാത്ത ആളുകൾ ഈ കേരളത്തിലില്ലേ? അവർക്ക് സ്ഥലം കൊടുക്കേണ്ടേ? മുത്തങ്ങ സമരമൊക്കെ എങ്ങനെ പൊളിഞ്ഞു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ നടത്തിയ സമരങ്ങളാണതൊക്കെ. കൃത്യമായ നിയമത്തിൻ്റെ പിന്തുണയില്ലാതെ നടത്തിയ സമരങ്ങളാണതൊക്കെ. എത്ര ജീവനുകൾ അവിടെ കൊഴിഞ്ഞു എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗത്തിൽ മാത്രമല്ല, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലെ തന്നെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാരുണ്ട്. അവരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 ലക്ഷം ഏക്കർ സ്ഥലം നമ്മുടെ സ്റ്റേറ്റിന് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകാൻ പോകുന്ന വരുമാനം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. മറിച്ച് ഈ ബഹുരാഷ്ട്ര കുത്തകൾ എറിഞ്ഞു തരുന്ന എല്ലിൻ കഷ്ണം, അത് ചിലപ്പോൾ ഏതാനും ചില കോടികളായിരിക്കാം. ആ കോടികൾ വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും പറ്റിക്കാനുള്ള ഒരു ശ്രമവുമായിട്ട് ആരെങ്കിലുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ എതിർക്കണം. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും യു ഡി എഫിൻ്റെ പ്രകടന പത്രികയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അനധികൃത കയ്യേറ്റങ്ങളെ കൃത്യമായിട്ട് തിരിച്ചുപിടിക്കുമെന്ന്, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുമെന്ന്. ഈ കഴിഞ്ഞ UDF പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള CP ജോണുമായിട്ട് ഈ പറഞ്ഞ ഭൂസമരക്കാരൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം അവർക്ക് കൊടുത്തിരുന്ന ഉറപ്പെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാട്ടസമയം കഴിഞ്ഞിട്ടുള്ള ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ UDF നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ആ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്, CMPയിൽ ചേർന്നിട്ടുണ്ട്, മറ്റു ചില ആളുകളൊക്കെ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. അതെന്തായിരുന്നു? ഇങ്ങനെയുള്ള ഭൂമികൾ, അതായത് അനധികൃതമായിട്ട് ബഹുരാഷ്ട്ര കുത്തകകൾ പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി തിരിച്ചു പിടിച്ച് നൽകുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ആ പാർട്ടി ചേർന്നിട്ടുള്ളത്. പക്ഷേ ഇന്നൊക്കെ അവർ നിരാശരാണ്. അവരൊക്കെയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ നിരാശരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇതിനു മുമ്പ് ഏതൊരു വർഗീയ പാർട്ടിയൊക്കെ ഈ ഒരു ഭൂസമരം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. ഞാൻ പറയുന്നത് ഇത് 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ കാണണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും അവകാശപ്പെട്ട 5 ലക്ഷം ഏക്കർ സ്ഥലം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു വലിയ മൂവ്മെൻറ്റിന് കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകണം. ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇതിനകത്ത് പല മതസംഘടനകളും രംഗത്ത് വരത്തില്ല. കാരണം അവരുടെയൊക്കെ കൈവശം, ഞാനിപ്പോൾ പറഞ്ഞു, തൃശ്ശൂർ നഗരത്തിനകത്ത് തന്നെയുള്ള ഒരു കത്തോലിക്ക സഭയുടെ ഒരു സ്ഥാപനമുണ്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അതിൻ്റെ പാട്ടക്കാലാവധി കഴിഞ്ഞിരിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന്. അനധികൃതമായിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് സ്വകാര്യമായിട്ട് സൂക്ഷിക്കുന്ന കുത്തകകൾ ആരുമായിക്കൊള്ളട്ടെ, കണ്ണടച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ളൊരു ആർജവം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതൊരു സമര മുന്നേറ്റമായിട്ട് ഉയർന്നു വരിക തന്നെ ചെയ്യും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്.